എനിക്ക് നിങ്ങളെ കാണുമ്പോ എന്താ തോന്നുന്നത് അറിയോ? ഒരു സ്കൂളിലെ മെയിൻ അധ്യാപകനും കുറെ പിള്ളേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു, പിള്ളേരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുന്നു സാറിന്റെ മുന്നിൽ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ചോദിക്കാൻ ഷറഫൂർ ചേച്ചി ബൈബായി തോന്നിയോ ഇവരുടെ ഇടയിൽ എന്ന് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സത്യം നമുക്കറിയാം അല്ലേ? അതെന്താ അങ്ങനെ? അതെന്താ സത്യം പറയില്ല. അതെ, കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇന്റർവ്യൂ കുറച്ച് ബുദ്ധിമുട്ടുള്ള, ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് കണക്കാക്കേ വേണ്ട. അതാണ് പ്രശ്നം. അവസാനം എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു ഒരിക്കലും ആക്ച്വലി മണ്ടത്തരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പുറകിലായിരിക്കും. ഏതായാലും പടക്കളത്തിലേക്ക് വരുന്നു. പടക്കളം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്നു. സത്യത്തിൽ പടക്കളം എങ്ങനെയാണ് ഗെയിം എന്നുള്ളത് അറിയാമോ? പടക്കളം ഒരു ഗെയിമല്ല. പടക്കളം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോ അങ്ങനെ കിട്ടിയായിരുന്നു. അതൊരു പുതിയ കാര്യമല്ലല്ലോ. പടക്കളം ഇല്ലേ? ഞാൻ പോവാ. നീ പോലെ ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? നമ്മള് യങ് വൈബ്സ് ആയിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ആ വൈബിലേക്ക് ഇറങ്ങി ചെന്നാൽ? വല്ലാതെ ബുദ്ധിമുട്ടിയോ അതോ ഈസി ആയിരുന്നു? പിന്നെ ഞാൻ തിക്കുറിശി സുകുമാരനാണല്ലോ കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഈ വൈബിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഷറഫിന് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഷടായിപ്പുള്ള ഉച്ച കഴിഞ്ഞിട്ട് ഏകദേശം 2:45 സമയത്ത് ഒന്ന് ഇറങ്ങാൻ പാടുവിട്ടു. അത് ഏതായാലും പടക്കളം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ രണ്ട് ചോദിക്കാനും മൂട് നീക്കുമായിരുന്നല്ലോ. സുരാജേട്ടൻ എങ്ങനെ? സുരാജേട്ടൻ സെറ്റിൽ ഭയങ്കരമായിട്ട് പാട്ട് പാടുക, പാട്ട് പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളാണ്. സുരാജേട്ടനാ? ചെമ്പൈന്നാണോ പുള്ളി വന്നത്? സുരാജേട്ടൻ ഞാൻ കൂടെ നല്ല വന്നത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഞാൻ തീർക്കും. എനിക്ക് സമാധാനമായി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.